നമസ്കാരം. വാർത്താ സന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കുന്നത് നീട്ടിവെച്ച LDF. ഭരണവിരുദ്ധ വികാരമില്ല എന്ന CPIM വിലയിരുത്തലിന് പിന്നാലെയാണ് തീരുമാനം. ഓരോ പാർട്ടിയുടെയും വിലയിരുത്തലിന് ശേഷം ജനുവരി ആദ്യവാരം യോഗം ചേർന്ന് ഫലം അവലോകനം ചെയ്യാമെന്ന ധാരണയിലാണ് ഇന്നത്തെ യോഗം പിരിഞ്ഞത്. LDFന്റെ മൂന്നാം ഭരണം നിഷേധിക്കുന്ന ജനവിധിയല്ല തെരഞ്ഞെടുപ്പിലുണ്ടായതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ അവകാശപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPIMന്റെ വിലയിരുത്തൽ ഏറ്റുപിടിക്കുന്നതാണ് LDFിലെ പതിവ്. എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ തോൽവിക്ക് നിദാനമായ കാര്യങ്ങളിൽ CPIക്കടക്കം വ്യത്യസ്ത നിലപാടുള്ള സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് അവലോകനം നീട്ടിവെച്ചത്. ആഴത്തിലുള്ള പരിശോധന വേണമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ വിശദീകരണം. തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. CPIM സംസ്ഥാന സമിതിക്ക് ശേഷം തോൽവിയുടെ കാരണങ്ങളിൽ നിലപാട് പറയാമെന്ന് മുഖ്യമന്ത്രിയും യോഗത്തെ അറിയിച്ചു. തോറ്റു എന്നത് വസ്തുതയാണെങ്കിലും തുടർഭരണമെന്ന ലക്ഷ്യത്തിന് ഭീഷണിയില്ല എന്നാണ് നിഗമനം. ഗവൺമെന്റ് അധികാര തുടർച്ചയിലേക്ക് പോകും എന്ന കാര്യം തർക്കമില്ല. ജനങ്ങളിൽ വന്നിട്ടുള്ള ഈ പ്രതികരണം ഞങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ എന്ത് തിരുത്തണം എന്നാണ് ജനങ്ങൾക്ക് അഭിപ്രായമെങ്കിൽ ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറാവും. സർക്കാർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് വിശദമായി പരിശോധിച്ച് തിരുത്തൽ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് LDFിലെ ധാരണ. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയ SIT. രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുത്തതിന് പിന്നാലെയാണ് SITയുടെ നിർണായക നീക്കം. ഫസ്റ്റ് ഓൺ 24 മനീഷ് മഹിപാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ഇതിൽ ഈ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ബന്ധം, മാഫിയയുടെ ബന്ധം സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങളുണ്ട് എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഈ വ്യവസായിയുടെ മൊഴി ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. എവിടെ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ മനീഷ് മഹിപാൽ? വിജിത്ത്, വളരെ ഗുരുതര സ്വഭാവമുള്ള ആരോപണമായിരുന്നു രമേശ് ചെന്നിത്തല ഉന്നയിച്ചതും അത്തരം വിവരങ്ങൾ SITക്ക് കൈമാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം SITക്ക് മുൻപേ വന്ന് രമേശ് ചെന്നിത്തല മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായി, നിലവിൽ വിദേശത്ത് ഉള്ള ആളെന്ന രീതിയിലാണ് രമേശ് ചെന്നിത്തല ഈ വ്യവസായിയുടെ പേര് പരിചയപ്പെടുത്തിയത്, വ്യവസായി വെളിപ്പെടുത്തിയത്. അതിനുശേഷം വ്യവസായിയെ നിലവിൽ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തു. നാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട ശേഷം ഇതുമായി ബന്ധപ്പെട്ട മൊഴി എടുത്തു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. SIT മൊഴി ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലേക്കോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്കോ എത്തിച്ചല്ല. കാരണം ഈ വ്യവസായിക്ക് അയാളുടെ ഐഡന്റിറ്റി പുറത്തു വരുന്നത് താല്പര്യമില്ല. അത്ര ഐഡന്റിറ്റി സ്വകാര്യമായി സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വ്യവസായിയുടെ കാര്യത്തിൽ വളരെ രഹസ്യാത്മകമായിട്ടാണ് SIT ഈ മൊഴി രേഖപ്പെടുത്തിയെന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെയാണ് ഈ വിവരം നിലവിൽ പുറത്തുവിട്ടുള്ളത്. ഈ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയ വിവരം രമേശ് ചെന്നിത്തല തന്നെയാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും വലിയ ഗുരുതര സ്വഭാവമുള്ളതാണ്. ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ള അമൂല്യമായിട്ടുള്ള വസ്തുവകകൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയോടുകൂടി തന്നെ വിറ്റിട്ടുണ്ട്. അത് ഈ സ്വർണ്ണക്കൊള്ള ഇത് ഈ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണപ്പാളിയിലോ കട്ടിളപ്പാളിയിലോ മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. കാലാകാലങ്ങളായി 500 കോടി രൂപ വില വരുന്ന സ്വർണമാണ് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ വസ്തു എന്ന രീതിയിൽ വിൽപ്പന നടത്തിയെന്ന ആരോപണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാവുന്ന ഒരു വ്യവസായിയാണ് നിലവിൽ രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് വെളിപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ കത്ത് SITയുടെ മേധാവിയും ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിന് വിവരങ്ങൾ കത്ത് മുഖേന കൈമാറിയും പിന്നീട് ഫേസ്ബുക്കിൽ രമേശ് ചെന്നിത്തല ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ വിദേശത്തായിരുന്ന ഈ വ്യവസായിയെ നാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് സ്വകാര്യമായ ഒരു സ്ഥലത്ത് എത്തിച്ച് അവിടെ വെച്ച് മൊഴി രേഖപ്പെടുത്തിയെന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. എവിടെ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മൊഴിയിൽ പറഞ്ഞതെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകൾ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്താണെങ്കിലും നിർണായകമായിട്ടുള്ള കാര്യമാണ് സ്വർണ്ണക്കടത്ത് കേസ്. അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട്. നടന്നത് 500 കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് എന്ന കാര്യമൊക്കെ വ്യവസായി രമേശ് ചെന്നിത്തലയോട് സൂചിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുത്തത്. അതിനുശേഷം ഈ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് SIT കടന്നിരിക്കുകയാണ്. മനീഷ് മഹിപാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ഹൈക്കോടതി. മുൻ ദേവസ്വം പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയുടെ പരാമർശം. അതേസമയം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ SIT ചോദ്യം ചെയ്തു. കേസിൽ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി.
സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്നലെയാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത്. 2 ജീവനക്കാരെയും SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. ഇതിൽ കൂടുതൽ പേരുടെ പങ്ക് സംശയിച്ചാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. PS പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിലെ എല്ലാ അംഗങ്ങളുടെയും മൊഴിയെടുക്കാനും നീക്കമുണ്ട്. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമെന്നായിരുന്നു തന്ത്രിയുടെ മൊഴി. നിലവിൽ PS പ്രശാന്തിന്റെ കാലത്തെ സ്വർണം പൂശൽ SITയുടെ അന്വേഷണ പരിധിയിലില്ല. അതിനിടെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. പാളികൾ ചെമ്പ് പൊതിഞ്ഞെന്ന വാസുവിന്റെ വിശദീകരണത്തിലാണ് കോടതിയുടെ ചോദ്യം. N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പാരഡി ഗാനത്തിനെതിരെ DGPക്ക് പരാതി. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പാട്ടിനെതിരെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും രംഗത്ത് വന്നു. അയ്യപ്പ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ മാറ്റി എഴുതിയതെന്നുമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഗാനത്തിലൂടെ ഭക്തരെ അപമാനിച്ചെന്നും പാട്ട് പിൻവലിക്കണമെന്നും തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ആവശ്യപ്പെട്ടു. അവഹേളനം ഇത്രയും വന്നതിന് ഇടയ്ക്ക് വീണ്ടും ഒരു പാട്ടിൽ കൂടി അവഹേളിക്കുക. കാരണം ഈ പാട്ട് പാടുന്നതിന് അറിയാം, അതിനകത്തെല്ലാം അയ്യപ്പ അയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് ആ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, അയ്യപ്പന്റെ പേര് അതിൽ നിന്ന് മാറ്റുക. മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ പാട്ടെഴുതിയത് ശരിയായില്ല എന്ന് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. ഏത് മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭക്തിഗാനങ്ങളെ സംബന്ധിച്ചും പാരഡികൾ പാടില്ല. അത് മതവികാരം വ്രണപ്പെടുത്താൻ ഇടവരുത്തുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികരിക്കാതെ പാട്ടിനെതിരെ പരാതിയുമായി ആളുകൾ രംഗത്ത് വരുന്നതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. 24 പത്തനംതിട്ട. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിയുടെ പേര് ഒഴിവാക്കിയതിനെതിരെ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിച്ചു. ജിയിലൂടെ മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം സാക്ഷാത്കരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. വിവാദമായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ല് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അവതരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നും പ്രതിഷേധമുയർന്നു. അധികാര വികേന്ദ്രീകരണത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായ ബില്ല് പിൻവലിക്കണമെന്ന പ്രിയങ്ക ഗാന്ധി. ഗാന്ധി ചിത്രങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഭരണപക്ഷം എതിർത്തതോടെ ഗാന്ധി തന്റെ കുടുംബത്തിന്റേതല്ലെന്നും ഗാന്ധിജി രാഷ്ട്രത്തിന്റേതാണെന്നും പ്രിയങ്ക. सर, ये जो कानून है, इसके तहत हमारे गरीब भाई बहनों को जो रोजगार की कानूनी गारंटी मिलती है. മഹാത്മാഗാന്ധിയുടെ പേര് നീക്കുന്നതിനെ ശക്തമായി എതിർത്ത ശശി തരൂർ MP ഗാന്ധിജിയുടെ രാമരാജ്യം രാഷ്ട്രീയ പദ്ധതിയല്ലെന്ന് വ്യക്തമാക്കി. Mahatma vision of Ram Rajya was never a purely political program. It was a socio-economic blueprint rooted in the empowerment of villages, and his unwavering faith in Gram Swaraj was part of his vision of Ram Rajya. KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ, സുപ്രിയ സുലെ, സൗഗത റോയ് തുടങ്ങിയ പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാക്കൾ ബില്ലവതരണത്തെ എതിർത്തു. ജിയിലൂടെ മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം സാക്ഷാത്കരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന വിശദീകരണവുമായി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രംഗത്ത് വന്നു. विकसित भारत जी राम जी बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए. ഗാന്ധി ചിത്രങ്ങളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയതോടെ ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെച്ച് സഭ 1 മണിക്കൂർ നേരത്തേക്ക് പിരിഞ്ഞു. ഗാന്ധി ഹമാര ഹേ മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷം സഭാ കവാടത്തിലും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും പ്രതിഷേധിച്ചു. ബില്ല് സഭയിൽ ചർച്ചയ്ക്കെത്തുമ്പോഴും ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. 24 ഡൽഹി. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത ക്ലിഫ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച 20 മിനിറ്റ് നീണ്ടു. നിയമപോരാട്ടത്തിൽ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. അതിനിടെ കേസിൽ 10 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ഹൈക്കോടതിയിൽ നൽകാനുള്ള അപ്പീൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും സർക്കാർ അനുമതി ലഭിച്ചാൽ ഉടൻ ഫയൽ ചെയ്യുമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ V. അജകുമാർ പറഞ്ഞു.
അപ്പീൽ തീരുമാനിക്കേണ്ട ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അതിന് പോസിറ്റീവായിട്ട് തന്നെ തീരുമാനിക്കും. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. വിശദമായി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പിന്നീട് സംസാരിക്കും. അതിൽ ഞാൻ ഒട്ടും ഭീതിയുള്ളവനല്ല. എത്രത്തോളം വേണമെങ്കിലും സൈബർ ആക്രമണം നടത്തിക്കോട്ടെ. പക്ഷേ സൈബർ ആക്രമണം നേരിടാൻ നിവൃത്തിയില്ലാത്തവർ പല പരാതികളും കൊടുക്കുന്നുണ്ട്. ഞാൻ സൈബർ ആക്രമണം നേരിടാൻ തയ്യാറാണ്. 150% കോൺഫിഡൻസ്. അപ്പീൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. നോട്ടീസിന്മേലുള്ള തുടർ നടപടികൾ ഹൈക്കോടതി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ED നടപടിക്കെതിരെ കിഫ്ബി നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് കോടതി നടപടി. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം റിയൽ എസ്റ്റേറ്റിന് ഉപയോഗിച്ചുവെന്നായിരുന്നു ED നോട്ടീസിലുണ്ടായിരുന്നത്. ഫെമ നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്നും ED സ്പെഷ്യൽ ഡയറക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കിഫ്ബി കോടതിയെ സമീപിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഭൂമി ഏറ്റെടുത്തത് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനമല്ലെന്നാണ് കിഫ്ബി വാദം. നോട്ടീസ് അയച്ചത് പ്രാഥമിക നടപടിയുടെ ഭാഗമാണെന്ന് ED പറഞ്ഞെങ്കിലും സ്റ്റേ വേണമെന്ന കിഫ്ബിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. സർക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി തീരുമാനിക്കട്ടെ എന്ന് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്തിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതെന്ന് പറയാൻ EDക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ സാക്ഷിയായിട്ട് റിസർവ് ബാങ്കിനെ വിളിച്ചു. റിസർവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നൽകി. അതിലും ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഒരു തീർപ്പുണ്ടാക്കി, ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചു, നിങ്ങൾ ഹാജരാവണ്ട, ഇനി ഞങ്ങളുടെ അഡ്ജുഡിക്കേറ്ററുടെ മുന്നിൽ വന്ന് വിശദീകരണം നൽകണം എന്നും പറഞ്ഞൊരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നീതി ലഭിച്ചെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ബാക്കി ഇനി കോടതി തന്നെ വിധിക്കട്ടെ എന്താന്നുള്ളത്. കിഫ്ബിയുടെ ഹർജിയിൽ EDക്ക് നോട്ടീസ് അയച്ച ജസ്റ്റിസ് VG അരുൺ കേസിൽ വിശദമായ വാദം കേൾക്കാമെന്നും സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. ക്രിസ്മസ് അവധിക്ക് ശേഷം കിഫ്ബിയുടെ ഹർജി വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. വയനാട് ജനവാസ മേഖലയിലിറങ്ങിയ കടുവ പനമരം മേച്ചേരി ഭാഗത്തുനിന്ന് സ്ഥിരീകരിച്ച് വനംവകുപ്പ്. കടുവയുള്ള പുളിക്കൽ വയൽ പ്രദേശം ദൗത്യസംഘം വളഞ്ഞിരിക്കുകയാണ്. കടുവയെ തൊട്ടടുത്ത പാതിരിയമ്പം വനമേഖലയിലേക്ക് കയറ്റിവിടാനാണ് ശ്രമമെന്ന് വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ പറഞ്ഞു. വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതിനാൽ ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 163 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ പടിക്കംവയൽ പ്രദേശത്ത് വനം വകുപ്പ് കടുവയ്ക്കായി പരിശോധന തുടങ്ങി. 3 കിലോമീറ്റർ അകലെയുള്ള ചീക്കല്ലൂർ മേച്ചേരി പുളിക്കൽ ഭാഗത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു എന്ന് വനം വകുപ്പിന് വിവരം ലഭിച്ചു. ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന. ഒടുവിൽ വയലിനോട് ചേർന്നുള്ള കാടുപിടിച്ച പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം വ്യക്തമായി. കടുവയെ കാടുകയറ്റാനാണ് ശ്രമമെന്ന് DFO അജിത് കെ രാമൻ. കടുവ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലം ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ പുളിക്കൽ എന്ന് പറയുന്ന വയലിന്റെ നടുക്കിലുള്ള ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ കടുവ നിലവിൽ റെസ്റ്റിംഗ് പൊസിഷനാണ്. അപ്പോൾ മിനിമം ഡിസ്റ്റർബൻസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നൈറ്റിലൂടെ അത് അങ്ങോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം. വയനാട് വന്യജീവി സങ്കേതത്തിലെ 112-ാം നമ്പർ കടുവയാണ് ഇതെന്ന് വ്യക്തമായി. 5 വയസ്സുള്ള ആൺകടുവ ആരോഗ്യവാനാണ്. വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നീർവാരം മേഖലയിലേക്ക് കാടുകയറ്റാനാണ് ശ്രമം. മുത്തങ്ങയിൽ നിന്ന് ദൗത്യത്തിനായി 2 കുങ്കിയാനകളെ എത്തിച്ചു. കൂടും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രിയിൽ കടുവ കാട് കയറുമെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതോടെ ഈ നാടിന്റെ ആശങ്ക ഒഴിയുമെന്നാണ് പ്രതീക്ഷ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. IFFKയിലെ സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ. അനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര അനുമതി ലഭിച്ചില്ലെങ്കിലും പ്രദർശിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് പലസ്തീൻ പ്രതിരോധം ഇതിവൃത്തമായതടക്കം 19 സിനിമകൾക്ക് കേന്ദ്രം പ്രദർശനാനുമതി നിഷേധിച്ചത്. 2 ദിവസങ്ങളിലായി റദ്ദ് ചെയ്യപ്പെട്ടത് 20-ലധികം പ്രദർശനങ്ങൾ. പലരും സിനിമ കാണാൻ കഴിയാതെ തിയേറ്ററിൽ നിന്ന് മടങ്ങി. IFFK വേദിയിൽ പ്രതിഷേധം നടന്നു. പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രഖ്യാപനം. പിന്നാലെ കേന്ദ്ര നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സമൂഹമാധ്യമത്തിൽ പ്രതികരിച്ചു. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യവാഴ്ചയുടെ നിർചിത്രമാണ് IFFKയിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി.
ചിത്രങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുന്നതിനുള്ള പ്രശ്നങ്ങളടക്കം എത്രയും വേഗം പരിഹരിക്കാനാണ് ചലച്ചിത്ര അക്കാദമിയുടെ തീരുമാനം. സർക്കാരിന്റെ തീരുമാനം ധീരമെന്ന് സംവിധായകൻ മധുപാൽ. 19 സിനിമകൾ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിന്നും മാറിയിട്ട് ഈ ചലച്ചിത്രങ്ങൾ കാണിക്കാമെന്ന് ധീരമായ ഒരു തീരുമാനമെടുത്ത ആദരണീയനായ സജി ചെറ മിനിസ്റ്റർ ഏറ്റവും ഗംഭീരമായിട്ട് തീരുമാനം തന്നെയാണ് എടുത്തത്. വിഷയത്തിൽ ചലച്ചിത്ര അക്കാദമിയെ വിമർശിച്ച് സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്തെത്തി. സിനിമകൾക്ക് അനുമതി ലഭിക്കാതെ ഷെഡ്യൂൾ ചെയ്യുന്ന രീതി ശരിയല്ലെന്നായിരുന്നു വിമർശനം. ഡോക്ടർ ബിജുവിനെ തള്ളി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ കമൽ രംഗത്തെത്തി. ഡോക്ടർ ബിജു പറഞ്ഞത് ശരിയല്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മേളയെ വിമർശിക്കുന്നതിൽ കാര്യമില്ലെന്നും കമൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്താ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം ആവശ്യപ്പെട്ട് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഭാര്യ മഞ്ജുഷ. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP രത്നകുമാറിന് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. വിരമിച്ച ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രത്നകുമാർ CPIM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിരുന്നു. അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കുടുംബം ഭാര്യ മഞ്ജുഷ തലശ്ശേരി സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തലസ്ഥാനത്ത് ക്രിസ്മസ് വിരുന്നൊരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ഹോട്ടൽ ഹയാത്ത് റീജൻസിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരും സാമൂഹ്യ സാംസ്കാരിക പ്രമുഖരും ജനപ്രതിനിധികളും മതനേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തു. നടി ഭാവനയും ചടങ്ങിനെത്തി. സൂരജ് ലാമ തിരോധാന കേസിൽ നെടുമ്പാശ്ശേരി വിമാനത്താവള അധികൃതർക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇമിഗ്രേഷൻ നടപടികൾ കൃത്യമായി പാലിക്കാത്തതാണ് വിമർശനത്തിന് കാരണമായത്. കോടതി അതൃപ്തി പ്രകടിപ്പിച്ചത്. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്ന് സൂരജ് ലാമയുടെ കുടുംബം ആവശ്യപ്പെട്ടു. സൂരജ് ലാമ തിരോധാന കേസിൽ വിമർശനം തുടരുകയാണ് ഹൈക്കോടതി. പോലീസും എയർപോർട്ട് അധികൃതരും കളമശ്ശേരി മെഡിക്കൽ കോളേജുമാണ് വെട്ടിലായത്. കുവൈറ്റിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്തയാൾ വിമാനത്താവളത്തിലെത്തുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണ്ടേയെന്ന് കോടതി ചോദിച്ചു. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എമിഗ്രേഷനിൽ നടന്ന വീഴ്ചയും കോടതി എണ്ണിപ്പറഞ്ഞു. സൂരജ് ലാമയെ കാണുന്നില്ല എന്ന കുടുംബത്തിന്റെ പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് കൃത്യമായി ഇടപെട്ടില്ലെന്നും കുടുംബം ആരോപിച്ചു. സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടിലൂടെയാണ് ആ മനുഷ്യൻ കടന്നുപോയത്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണിത് സംഭവിച്ചതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കളമശ്ശേരിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹത്തിന്റെ DNA പരിശോധനാ ഫലം ഇനിയും വന്നിട്ടില്ല. കേസ് വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഗോവ നിശാ ക്ലബ്ബ് തീപിടുത്ത കേസിൽ അറസ്റ്റിലായ ഉടമകളായ ലുത്ര സഹോദരന്മാരെ ഡൽഹിയിലെത്തിച്ചു. തീപിടുത്തത്തിന് ശേഷം രാജ്യം വിട്ട സൗരവ് ലുത്രയെയും ഗൗരവ് ലുത്രയെയും തായ്ലൻഡിൽ നിന്നാണ് പിടികൂടിയത്. ഈ മാസം 7-നുണ്ടായ തീപിടുത്തത്തിൽ 25 പേരാണ് മരിച്ചത്. 6 പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ ഉടമകളായ ഗൗരവ് ലുത്രയും സൗരവ് ലുത്രയും തായ്ലൻഡിലേക്ക് കടന്നു. ബ്ലൂ കോണൻ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഗോവ പോലീസ് നിർദ്ദേശപ്രകാരം തായ്ലൻഡ് പോലീസ് ഇവരെ ഫുക്കറ്റിൽ നിന്നും വലയിലാക്കിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തായ്ലൻഡ് പോലീസ് കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ ഗോവ പോലീസിന് കൈമാറിയത്. സംഭവത്തിന് പിന്നാലെ ഇരുവരുടെയും പാസ്പോർട്ട് റദ്ദാക്കി. ഇന്ത്യൻ എംബസി താൽക്കാലിക പാസ്പോർട്ട് അനുവദിച്ചതിനു ശേഷമാണ് ഇരുവരെയും നാട്ടിലെത്തിക്കുന്നത്. അപകടം നടന്ന 10ാം ദിവസമാണ് തായ്ലൻഡിൽ നിന്നും ഡൽഹി എയർപോർട്ടിൽ പ്രതികളെ എത്തിച്ചത്. ഗോവ പോലീസിന് കസ്റ്റഡിയിൽ തുടരുന്ന ഇരുവരെയും ട്രാൻസിറ്റ് റിമാൻഡ് തേടി ഡൽഹി കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും ഗോവയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 24 ഡൽഹി. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ച് ആക്രമണത്തിലെ അക്രമികളിൽ ഒരാൾ ഇന്ത്യൻ വംശജൻ. ആക്രമണം നടത്തിയ സാജിദ് അക്രം ഹൈദരാബാദിൽ നിന്നുള്ള ആളാണ് എന്നാണ് വിവരം. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, എന്താണ് ഇയാളെക്കുറിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇയാളുടെ ഇന്ത്യൻ പശ്ചാത്തലം ഏതു തരത്തിലാണ്? ലഭ്യമാകുന്ന വിവരങ്ങൾ വിനീത. തെലങ്കാന പോലീസാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 1998 ഇയാൾ ഈ ആക്രമണം നടത്തിയ സാജിദ് അക്രം ഹൈദരാബാദിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതെന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ ഓസ്ട്രേലിയയിലേക്ക് എത്തിയതിനു ശേഷവും ഇന്ത്യൻ പൗരത്വം അയാൾ തുടർന്നിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഓസ്ട്രേലിയയിലേക്ക് എത്തിയതിനു ശേഷം 6 തവണയാണ് പിന്നീട് ഈ ആക്രമണം നടത്തിയ സാജിദ് അക്രം ഇന്ത്യയിലേക്ക് എത്തിയതെന്നുള്ള
എന്നുള്ള വിശദാംശങ്ങൾ കൂടി അന്വേഷണ സംഘം പുറത്തുവിടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ അക്രമി ഫിലിപ്പീൻസ് സന്ദർശിച്ചിരുന്നതായിട്ടുള്ള വിശദാംശങ്ങൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. നവംബർ 1-നാണ് ഈ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് സാജിദ് അക്രം ഫിലിപ്പീൻസ് സന്ദർശിക്കുകയും ശേഷം നവംബർ 28-ന് ഫിലിപ്പീൻസിൽ നിന്ന് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയെന്നാണ് ഇപ്പോൾ തെലങ്കാന പോലീസ് ഒപ്പം തന്നെ അന്വേഷണ സംഘവും പുറത്തുവിടുന്ന വിശദാംശങ്ങൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ധനുമാസ പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ഇന്ന് ഇതുവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 70,000 കടന്നു. 7,549 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത്. ഇന്നലെ മാത്രം 1,00,000-ഓളം ഭക്തർ ദർശനത്തിനെത്തി. തീർത്ഥാടനം 1 മാസം പിന്നിടുമ്പോൾ ഇതുവരെ ആകെ ദർശനം നടത്തിയവരുടെ എണ്ണം 25 ലക്ഷം കവിഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ 4 ലക്ഷം പേർ കൂടുതലായി ഇതുവരെ ദർശനത്തിനെത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.